ഡീപ്സ്, നിന്നെ എന്തുമാത്രം മിസ് ചെയ്തെന്നറിയോ? എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു, എന്താ എന്റെ കോൾ എടുക്കാത്തെ? സോറി ഡീപ്സ്, ആഡ് ഷൂട്ടിൽ ബിസി ആയിരുന്നു. തൊട്ടടുത്ത് ഏട്ടനും ഉണ്ടായിരുന്നു, അതാ. അതിരിക്കട്ടെ, നീ എപ്പോഴാ വന്നേ? രാവിലെയാ. നിനക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. മതി മോളെ മതി. നീ എനിക്ക് സർപ്രൈസ് തരുന്നത് എപ്പോഴും ഷോക്ക് ആവാറാ പതിവ്. ആർ യു ആംഗ്രി? പിന്നല്ലാതെ. വീടിനടുത്ത് കാർ നിർത്തിയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞ ഞാൻ നിനക്കെന്തോ പറ്റിയെന്ന് പേടിച്ച് മീറ്റിംഗിന് ഇടയ്ക്ക് ഇറങ്ങി വന്നത്. ധൃതിയിൽ വന്ന് നോക്കിയപ്പോ ഞാനിപ്പോ അബ്രോഡാണ്, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് പോലും. പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? സോറി ബേബ്. അത് എന്താണെന്നറിയോ, എനിക്ക് സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യ. അതുകൊണ്ടാ നിനക്കൊരു സ്മോൾ ടെസ്റ്റ് തന്നത്. സ്മോൾ ടെസ്റ്റ് അല്ലേ? ശരി, നിന്റെ ടെസ്റ്റിൽ ഞാൻ പാസ്സായോ? ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി. പക്ഷേ ഞാൻ നിനക്ക് നൽകിയ ടൈം അനുസരിച്ച് നീ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാ വന്നത്. ഫസ്റ്റ് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ. സോ അതിന്റെ ടെൻഷനിലായിരുന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ് സ്വീറ്റ് ഹാർട്ട്. വാട്ട് എവർ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഐ ഡോണ്ട് കെയർ. ബട്ട് ഞാൻ വിളിച്ചാ എവിടെയായിരുന്നാലും 2 മിനിറ്റ്സിനകം എന്റെ മുമ്പിലെത്തണം. ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയും, അതിന് പ്രയോറിറ്റി ഒന്നും തരുന്നില്ല. ഡീപ്സ്, you are my first priority. ഏട്ടത്തി വീട്ടിൽ വന്നതല്ലേ ഉള്ളൂ. ഏട്ടത്തി കാലെടുത്ത് വെച്ചതും നമ്മളൊക്കെ ഒന്നായില്ലേ. പിന്നെ ഹോട്ടലൊക്കെ എന്തിനാ? ഈ വീട്ടിൽ തന്നെ ഒന്നിച്ചിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം, അല്ലേ അമ്മേ? ആ ദിവസം വേഗം വരട്ടെ മോളെ. അമ്മേ, എന്റെ വിധി നീ കണ്ടില്ലേ പൊന്നു? എന്റെ മകളും മരുമകനും വീടിന്റെ മുറ്റത്ത് വന്നപ്പോ അവരകത്തേക്ക് ക്ഷണിക്കാൻ പോലും പറ്റിയില്ല. മുത്തശ്ശന് അമ്മയുടെ മോള് സന്ധ്യയോട് എന്താ ഇത്ര ദേഷ്യം? തെറ്റ് സന്ധ്യയുടെ ഭാഗത്താ പൊന്നു. പ്രസാദിന് അവളെ ഇഷ്ടമായിരുന്നു. അമ്മാവനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പാതിരാത്രി അവള് വീട് വിട്ടിറങ്ങിപ്പോയി. കൊച്ചുമോളെ അമ്മാവൻ വളരെ സ്നേഹത്തോടെയാ വളർത്തിയത്. അവളിങ്ങനെ ചെയ്തതുകൊണ്ട് അമ്മാവന്റെ മനസ്സാകെ തളർന്നുപോയി. സന്ധ്യ കല്യാണം കഴിഞ്ഞു പോയ വീട്ടുകാരെ പറ്റി അമ്മാവന് നല്ല അഭിപ്രായം ഒന്നുമില്ലായിരുന്നു. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊരു പിടിയും ഇല്ലായിരുന്നു. അവളുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പം അവള് പറഞ്ഞതാ ശരിയെന്ന് തോന്നും. അമ്മാവൻ സംസാരിക്കുമ്പോ അമ്മാവൻ പറഞ്ഞതാ ശരിയെന്ന് തോന്നും. അമ്മയ്ക്ക് ഏതാ ശരിയെന്ന് തോന്നുന്നേ അമ്മേ? ഇതുവരെ എന്നോട് ഇങ്ങനെ ആരും ചോദിച്ചിട്ടേ ഇല്ല പൊന്നു. ഇപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കല്ലേ, പറയൂ. അമ്മയായി എനിക്ക് എന്തായിരിക്കും വേണ്ടത്? മകളും മരുമകനും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അവരുമായുള്ള ബന്ധം ഉറയ്ക്കണം. എന്നാലല്ലേ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾക്കൊരു ബഹുമാനം കിട്ടൂ. ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മേ. നമ്മൾ ഒന്നിച്ച് 2 വീട്ടുകാരുടെ ബന്ധവും ശരിയാക്കിയെടുക്കാം. കുറച്ച് താമസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അമ്മ ആഗ്രഹിച്ചതെല്ലാം ഉറപ്പായി നടക്കും. നീ ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ എന്റെ മനസ്സിന് ആശ്വാസം തോന്നുന്നു. അയ്യോ കണ്ടില്ലേ, ഞാൻ മറന്നേ പോയി. പാചകം ചെയ്യണം, വാ പോവാം. അമ്മേ, ഇന്ന് പാചകം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഹോട്ടലിൽ പോവാം. അമ്മയ്ക്കൊരു സർപ്രൈസും ഉണ്ട്. ഹോട്ടലിലോ? ഇന്നൊരു ദിവസമെങ്കിലും കിച്ചൺ ഒരു ലീവ് കൊടുക്ക്. ഇല്ല പൊന്നു, അമ്മാവനാണെങ്കി അദ്ദേഹത്തെ സമ്മതിപ്പിക്കാമേ. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കിച്ചു സ്കൂളിൽ പോയിരിക്കുക. പിന്നെ ആ പാചകങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ പോയിരിക്കുക. മരുമകൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഈ അമ്മായിയമ്മ അമ്മായിച്ചൻ എന്നുള്ള ക്യാരക്ടറില്ലേ, അവർക്ക് ഒന്നിലും ഒരു തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു സമാധാനവും കാണില്ല. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും അവർക്ക് മരുമകളെക്കാൾ ബാക്കിയുള്ളവരാ വലുത്. ആ, എന്റെ കാര്യം വിട്ടേക്ക്, നീ പറ. എന്റെ കഥയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. മുൻപെപ്പോഴോ കേസൊക്കെ കൊടുക്കുന്ന വലിയ ബിൽഡപ്പ് ഒക്കെ നടത്തിയല്ലോ. എന്നിട്ടിപ്പോ വീട്ടിന്റെ മുന്നിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നു.
പോരാത്തതിന് ചേച്ചിയും ചേട്ടനെയും നന്നായി സോപ്പിട്ടിട്ടുമുണ്ട്. അല്ല, കേസ് കൊടുക്കുന്ന അത്ര വലിയ കാര്യമാണോ നന്ദിനി? എനിക്കറിയാവുന്ന ഒരുപാട് നല്ല ലോയേഴ്സ് ഉണ്ട്. കേസ് കൊടുത്താ ഞങ്ങളെ ജയിക്കൂ. പക്ഷെ സന്ധ്യക്ക് അത്ര താല്പര്യമില്ല. അയ്യോ, അതെന്തു പറ്റി സന്ധ്യ? കേസ് കൊടുക്കുകയാണെങ്കിൽ അവരും പഠിക്കുമല്ലോ, നിന്റെ അമ്മയുടെ വീട്ടിലുള്ളവര്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങള് ഡെയിലി കോടതിയിൽ പോയി കാശും കളഞ്ഞ് ഞങ്ങൾ വയസ്സായതിനു ശേഷം ഇതൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? കോർട്ടിനേക്കാൾ നന്നായിട്ട് കണ്ണീര് വർക്കൗട്ട് ആവുന്ന സന്ധ്യ പറയുന്നേ. അതത്ര ഈസിയാണെന്ന് തോന്നുന്നുണ്ടോ? ഈസി ഒന്നുമല്ല, എന്നാ അത്രയ്ക്ക് പാടുമില്ല. എന്റെ സന്ധ്യ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്താതെ പോകുന്ന പ്രശ്നമില്ല. അതും ശരിയാണ്. പക്ഷേ നിന്റെ ഏട്ടത്തിയായിട്ട് വന്നിരിക്കുന്നവള് അല്പം ഡേഞ്ചറസ് ആണെന്നാ തോന്നുന്നേ. നിങ്ങൾ ഒരടി മുന്നോട്ട് വെക്കുമ്പോ അവള് 8 അടി മുന്നോട്ട് വെക്കുന്നാ തോന്നുന്നേ. അവൾ ഇനി എത്ര ഭയങ്കരിയാണെങ്കിലും എന്റെ അടുത്ത് അതൊന്നും ചെലവാകില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ല, പ്രസാദ്, എന്റെ അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, നാത്തൂൻ എല്ലാരും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്ലാൻ ഇടുന്നതിൽ എന്റെ ഫാമിലിയെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ സന്ധ്യയുടെ പ്ലാനുകൾ ആദ്യം ആ വീട്ടിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ എൻ്റർ ആവണം. അതിനുശേഷം അതിനുശേഷം എന്താ? ഇത്രയും കാലമായിട്ട് എന്നെ പറ്റിച്ചതിന് കണക്ക് തീർക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പിടിവാശിയുള്ള കിളവന്റെ പേരക്കുട്ടി അല്ല ഞാൻ. ഈ പച്ചക്കായ്ക്ക് മുന്നിൽ ഒരു ഫ്രഞ്ച് ഫ്രൈയും നിൽക്കില്ല, ഒരു കുർക്കുറയും നിൽക്കില്ല. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പകരം വായുടെ രുചിയാണ് ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ നോക്കുന്നത്. എപ്പോ നോക്കിയാലും പുറത്തുപോയി ഭക്ഷണം കഴിക്കാന്നാ പറയുന്നത്. ഇപ്പൊ ഹോട്ടലിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അത്ര തന്നെ. ഞാനില്ലേ അമ്മേ 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 നിക്കമ്മേ, പ്ലീസ് അമ്മേ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ. ഡാടാ, ഇല്ല എടുക്കുന്നില്ല മുത്തശ്ശ, വച്ചിട്ടുണ്ട്. അയ്യോ, പുറത്തൊന്നും പോകാൻ പറ്റില്ല, അമ്മ വഴക്ക് പറയും. എന്താ ഒരു രഹസ്യം പറച്ചില്ല? നമ്മൾ ഒന്നിച്ച് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. നീ എന്തു പറയുന്നു? ഞാൻ എപ്പോഴും റെഡി. ഈ കാര്യം നിങ്ങൾ എന്തിനാ ഇങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? മുത്തശ്ശി സമ്മതിക്കണ്ടേ? നീ എന്ന് പറയാവോ? ഞാനോ? എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്ത് വേണോ ചെയ്തോ, ഞാൻ ആ ഏരിയയിലേക്കേ ഇല്ല. പ്ലീസ് പറ്റില്ല. അമ്മേ, അയ്യോ, എനിക്ക് പറ്റില്ല. ശരി, ഞാൻ തന്നെ പറയാം. മുത്തശ്ശ, എന്താണ്? എന്താ ഒരു ഡിസ്കഷൻ നടക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശ, വീട്ടില് ബോറടിക്കുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ വാ, നമ്മുടെ പ്രായമായവരുടെ സംഘടനയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അല്ലെങ്കിൽ ലാഫിംഗ് ക്ലബിലേക്ക് പോവാന്നേ. അയ്യോ, അതല്ല മുത്തശ്ശ, നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോവാന്നാ പ്ലാൻ ചെയ്തിരിക്കുന്നേ. നമ്മളെല്ലാരും ഒന്നോ എന്ന് വെച്ചാൽ? ഏയ്, ഞാനില്ല അമ്മാവ. ഞാനില്ല മുത്തശ്ശ, ഞാനുമില്ല. അതല്ല മുത്തശ്ശ, അമ്മ ഇവിടെ ദിവസവും പാചകം ചെയ്ത് ബോറടിച്ചിരിക്കുകയായിരിക്കില്ലേ? ബോറടിക്കുന്നത് ആർക്കാ? പാചകം ചെയ്യുന്നവർക്കോ അത് കഴിക്കുന്നവർക്കോ? ഈ ദത്തൻ കരുതുന്നത് ഹോട്ടലിൽ പോയി ആഹാരമായി കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നാ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നില്ല. മുത്തശ്ശ പ്ലീസ് മുത്തശ്ശ, മുത്തശ്ശി ഞങ്ങളുടെ കല്യാണ സദ്യ പോലും കഴിച്ചില്ലല്ലോ. എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. അതുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നേ. എല്ലാവരും കൂടെ സന്തോഷായിട്ട് പോവാ മുത്തശ്ശ. പ്ലീസ് വാ മുത്തശ്ശ. ഈ ദത്തൻ ഒരു തവണ തീരുമാനമെടുത്താൽ പിന്നെ ഒരു കാരണവശാലും ആ തീരുമാനം മാറ്റുന്നതല്ല. ഇല്ല അമ്മാവ, അമ്മാവൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്ന് പറഞ്ഞാൽ നീ ഇതിൽ ചേർന്നിരിക്കുകയാണല്ലേ? അത് പിന്നെ ഇല്ല മുത്തശ്ശ, അമ്മ വരുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ അമ്മയെ നിർബന്ധിച്ചേ. ശരി ശരി, നിങ്ങൾ പോയിട്ട് വാ. എന്നാൽ എന്നെ നിർബന്ധിക്കരുത്, അത്ര തന്നെ. അമ്മാവ, അമ്മാവന് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോവാം. എന്തോ ഒന്ന് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി വെക്ക്.
ഇങ്ങ് വാടാ, ഉറക്കം തൂങ്ങി. ഒന്നീ കായെടുത്തോ. ഇനി വേണ്ട. നേരത്തെ എടുക്കാൻ വന്നപ്പോ തന്നെ എന്നെ ചാടിക്കടിക്കാൻ വന്നു. ഞങ്ങൾ എവിടെയാ പോകുന്നറിയോ? ഹോട്ടൽ. അവിടെ നിന്ന് കഴിച്ചോണം. ചെന്ന് കഴിക്കേ, വയറുവേദന വരട്ടെ. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? ഹോട്ടൽ നല്ല ഭംഗിയുണ്ട് പൊന്നു. ഇങ്ങനെ ടെറസിൽ ഹോട്ടൽ വെക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അമ്മയ്ക്ക് ഇഷ്ടായോ? ഞാനും സിദ്ധാർത്ഥ എപ്പോഴും ഇവിടെയാ മീറ്റ് ചെയ്യാറുള്ളത്. അമ്മയുടെ മോൻ 5 മിനിറ്റിൽ വരാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കും. വരും വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും കംപ്ലൈന്റ് തുടങ്ങി. ഇല്ലെന്നേ, ഇത് കോംപ്ലിമെന്റാ. വാ അമ്മേ. കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. അറിയാലോ, സ്കാൻ ചെയ്ത് മെനു നോക്കിക്കോളൂ. ഷ്യൂർ, ഡെഫിനറ്റ്ലി പറയാം മാം. നിങ്ങൾ ഓർഡർ കൊടുത്തോളൂ. ഓക്കെ. പൊന്നു, സർപ്രൈസ് നന്നായിട്ടുണ്ട്. എന്ത് സർപ്രൈസ് അമ്മേ? ഈ ഹോട്ടൽ തന്നെ. ഇതല്ലേ നീ പറഞ്ഞ സർപ്രൈസ്? അയ്യോ, ഇതല്ലമ്മേ, അത് വേറെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ അറിയാൻ പറ്റും. അതുവരെ ഇങ്ങ് തന്നെ. ഇതിൽ നോക്കി എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. മൊബൈലിലോ? ആ അമ്മേ, ഇതിൽ സ്കാൻ ചെയ്താ ഈ ഹോട്ടലിൽ എന്ത് മെനു ഉണ്ടോ അത് ഈ മൊബൈലിൽ കാണാൻ പറ്റും. ഇതാ വെച്ചോളൂ. നോക്ക് സാനന്ദേ, പുതുതായി നമ്മൾ എന്ത് തുടങ്ങുന്നതും പാചകത്തിൽ നിന്നുമാണ്. ക്രീം റോൾ ഇന്ന് മുതൽ നമ്മുടെ കഫയില് സ്പെഷ്യൽ ഡിഷാണ്. സൂപ്പർ സാർ. എക്സ്ക്യൂസ് മീ സർ, ശ്രീ വന്നിട്ടുണ്ട്. കൂടെ ഫാമിലി ഉണ്ട്. ഓ, അങ്ങനെയോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. നമ്മൾ അവരെ ക്ഷണിക്കണമെന്ന് കരുതിയിരുന്നതല്ലേ? യെസ് സർ, സാറിനെ അവർ അന്വേഷിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രീം റോൾ ഉണ്ടാക്കാം. നവദമ്പതികൾക്ക് സ്പെഷ്യൽ ഡിഷ് കൊടുത്ത് അവരെ നമുക്ക് അഭിനന്ദിക്കുകയും ചെയ്യാം. ഗുഡ് ഐഡിയ സർ. അവരുടെ കൂടെ അമ്മയും വന്നിട്ടുണ്ട്. അവരെ സാറിന്റെ വലിയ ഫാൻ എന്നല്ലേ പറഞ്ഞത്? ഓ അതെയോ? അവരും വന്നിട്ടുണ്ടോ? എന്തായാലും ഇന്ന് അവരെ കണ്ടേ പറ്റൂ. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. ഞാൻ ഉടനെ വരാം. സാനന്ദേ, ഞാനിപ്പോ തന്നെ പോയി ക്രീം റോൾ ഉണ്ടാക്കിക്കൊണ്ട് വേഗം വരാം. നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതുകൂടി കൊണ്ടുപോയി ക്യാബിനിൽ വെക്കൂ. ശരി സാർ. നിങ്ങൾ എന്താ ഓർഡർ ചെയ്യുന്നോ അത് തന്നെ എനിക്ക് മതി പൊന്നു. ഇതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെയല്ലമ്മേ, അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് പറയൂ, അത് നമ്മൾ ഓർഡർ ചെയ്യാം. എനിക്കോ? നല്ല അമ്മ. അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ലേ? അറിയില്ല എന്നമ്മ പറഞ്ഞത് കേട്ടില്ലേ ബോസ്? ഇങ്ങതാ, ഞാൻ ഓർഡർ ചെയ്യാം. ശരി അപ്പു, നീ തന്നെ ഓർഡർ ചെയ്. ഹായ്, നവദമ്പതികൾക്ക് ഹാർദമായ സ്വാഗതം. ഇഷ്ടായോ അമ്മേ? അതെ പൊന്നു. ഇതൊക്കെ എന്താ പൊന്നു? ഇതിനെ ഫലൂഡ സീഡ്സ് എന്നാ പറയാറമ്മേ. ഇത് ദേഹത്തിന് നല്ല തണുപ്പാ. ജ്യൂസിൽ ഇത് ഇടുവാണെങ്കിൽ ജ്യൂസിന്റെ രുചിയെ മാറും. അമ്മേ, ആർക്കെങ്കിലും ഫോൺ ചെയ്യണോ അമ്മേ? അതെ പൊന്നു, അമ്മാവനെയാ. കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മരുന്ന് കഴിക്കണം. അത് കഴിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അമ്മ സ്വന്തം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ലല്ലോ. എപ്പോ നോക്കിയാലും അവരുടെ വീട്, മുത്തശ്ശൻ, മകൻ, അവരെ കുറിച്ച് ചിന്ത മുഴുവൻ. പാവ ഈ അമ്മയ്ക്ക് അവരുടേതായ ഒരു ജീവിതമില്ലേ? അതല്ല ദത്തൻ ചേട്ടാ, നിങ്ങൾക്കും അവരുടെ കൂടെ ഹോട്ടലിലേക്ക് പോകാമായിരുന്നില്ലേ? ഏയ് വേണ്ട കേശു, എനിക്ക് ഈ ഹോട്ടലിലെ ഫുഡൊന്നും പിടിക്കില്ല.
ഹോട്ടലിൽ നിന്ന് കഴിച്ചാലേ വയറും കേടാവും പോക്കറ്റും കാലിയാവും. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എന്തായാലും വീട്ടിലെ ഭക്ഷണം തന്നെയാ നല്ലത്. നിങ്ങളുടെ മരുമോള് നന്നായിട്ട് പാചകം ചെയ്യില്ലേ, അതാ നിങ്ങളിങ്ങനെ പറയുന്നത്. എന്റെ വീട്ടിൽ ഒരു ദിവസം വന്നൊന്ന് കഴിച്ചു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. നിന്റെ മരുമകൾ ഉണ്ടാക്കി തന്നത് തിന്നിട്ടാ നീ ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ മരുമകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ കഴിച്ചെന്ന് വിചാരിച്ചോ, പിന്നെ നീ ഈ വീടിന്റെ പടി ചവിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ആ ചിരിച്ചതൊക്കെ മതി, നീ വയറ് കുറച്ച് കുറയ്ക്കാൻ നോക്ക്. ആ ഈ ഓളി ഒന്ന് കുറച്ചേ. ആ അമ്മാവാ, മരുന്ന് കഴിച്ചായിരുന്നോ? ആഹാരം കഴിച്ചായിരുന്നോ? മരുന്ന് എവിടെയാ വെച്ചിരിക്കുന്നേ? ആ അമ്മാവിന്റെ റൂമില് ടേബിളിലാ വെച്ചിരിക്കുന്നേ. ഓ, മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി എടുത്ത് കഴിക്ക് എന്ന് ഫോണിൽ കൂടെ നീ വിളിച്ചു പറയാറായി അല്ലേ? അങ്ങനെയൊന്നും ഇല്ല അമ്മാവാ, അമ്മാവൻ എടുക്കാൻ എളുപ്പത്തിൽ അവിടെയാ വെച്ചത്. കിട്ടിയായിരുന്നോ? ആ നോക്കട്ടെ. എവിടെയാന്നാ? എന്റെ മേശപ്പുറത്തോ? എവിടെയാണെന്നാ? ഞാൻ നോക്കിട്ട് കാണുന്നില്ലല്ലോ. കണ്ടില്ലെന്നോ? ഞാൻ അവിടെയാണല്ലോ വെച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് വയസ്സായി, കണ്ണ് കാണില്ല എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണല്ലേ? ആ അങ്ങനെയാണെങ്കിൽ അമ്മാവാ, അമ്മാവന്റെ മുറിയിൽ അലമാരിക്കാത്ത ഒരു ബോക്സ് ഇരിപ്പുണ്ട്, മരുന്ന് അതിനകത്തുണ്ട്. കിട്ടിയായിരുന്നോ അമ്മാവാ? എവിടെയാണെന്നാ? എവിടെയാ വെച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങും കാണാനില്ല. ഓ, ഉടനെ വരുമല്ലേ? ഞാൻ ഇപ്പൊ തന്നെ വരാം അമ്മാവാ. ആ ശരി. അല്ല ദത്തൻ ചേട്ടാ, അവര് കഴിച്ചോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ വാന്ന് പറഞ്ഞത്? എടാ, എന്റെ മരുന്ന് കണ്ടില്ലെന്ന് എന്ത് ചെയ്യാനാ? അവള് കഴിച്ചിട്ടൊക്കെ തന്നെ വരുള്ളൂ. അമ്മാവന് മരുന്ന് കൊടുക്കണം, ഞാൻ പോവാണേ പൊന്നു. അല്ലമ്മേ, കഴിച്ചിട്ട് പോയാ പോരെ? ഇല്ല പൊന്നു, അത് ഷുഗറിന്റെ മരുന്നാ. അമ്മാവൻ അത് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഞാൻ ഇപ്പൊ തന്നെ പോയേ പറ്റൂ. ശരിയമ്മേ, പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് പോവാലോ, ഞങ്ങളും വരാം. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാ നിങ്ങൾ ഹോട്ടലിലേക്ക് വന്നത്. നിങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ട് കഴിച്ചിട്ട് സന്തോഷമായിട്ട് വാ. ഇത്ര പെട്ടെന്ന് എന്റെ മുത്തച്ഛനെ കുറിച്ച് തനിക്ക് അറിയാഞ്ഞിട്ടാ. നമുക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവാം. അതെങ്ങനെ ശരിയാവും സിദ്ധാർത്ഥ്? അമ്മേ, ഞങ്ങളും അമ്മയുടെ കൂടെ വരുവാ. നമുക്ക് പിന്നൊരു ദിവസം വരാം. അയ്യോ പൊന്നു, നിങ്ങൾ എന്തിനാ കൂടെ വരുന്നേ? കഴിച്ചിട്ട് വന്നാ മതി നിങ്ങള്. വിഷമിക്കണ്ട കേട്ടോ, ഇനി ഒരു ദിവസം നമുക്ക് വരാം. ശരി അമ്മേ, ശ്രദ്ധിച്ചു പോ. അല്ലമ്മേ, ഞാൻ അമ്മയോട് വേറൊരു കാര്യം. അത് മറ്റൊരു ദിവസം ആവാം പൊന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു സർ. ഇരിക്കും. 1 സെക്കൻഡ്. കല്യാണത്തിന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഒരു എമർജൻസി ഷൂട്ട് വന്നു, അതുകൊണ്ടാ വരാൻ പറ്റാതെ പോയത്. എല്ലാം നന്നായി നടന്നില്ലേ? അതെ സർ, സാറ് വന്നിരുന്നെങ്കിൽ ഇനിയും നന്നായേനെ. എന്റെ അമ്മയ്ക്ക് സർപ്രൈസ് ആയേനെ. സോറി, മൈ ബാഡ് ലക്ക്. നിങ്ങളുടെ അമ്മായി വന്നിട്ടുണ്ടെന്ന് മേഘ വന്ന് പറഞ്ഞു. എന്തോ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഓ ഛേ, കിച്ചണിൽ കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇറ്റ്സ് ഓക്കെ സർ, നെക്സ്റ്റ് ടൈം കൂട്ടിയിട്ട് വരാം. ശരി. ക്രീം റോൾ റെഡി ആയിട്ടുണ്ട്. മേഘയോട് ഞാൻ പാഴ്സൽ ചെയ്ത് തരാൻ പറയാം. എൻ്റെ ആരാധികയ്ക്ക് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഫോൺ ചെയ്ത് പറയാൻ പറയും. മേഘ എൻ്റെ കാർഡ് തരും. ഷുവർ സർ. സോറി. ഓ ഓക്കെ ദെൻ. നിങ്ങളുടെ ഓർഡർ റെഡിയാകുന്നുണ്ട്. എൻജോയ് യുവർ മീൽ. പോകുമ്പോൾ പാഴ്സൽ വാങ്ങിക്കാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. ഇന്നത്തെ ദിവസം എൻ്റെ ട്രീറ്റാണ്. ട്രീറ്റോ? സാറെന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങൾ പേയ്മെന്റ് ചെയ്യാം. നോ 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 സിദ്ധാർത്ഥ്, കല്യാണത്തിന് വരാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാ. ട്രീറ്റ് ചെയ്യട്ടെ, വിട്ടേക്ക്. കറക്റ്റ്.